എന്താ പറയുക, ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് ആ ക്യാരക്ടറിൻ്റെ മൂഡിലിരിക്കും വേണം. പക്ഷെ ഐ വാസ് ലൈക്ക് ഇപ്പം എൻ്റെ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പം ഇവർ മുകളിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നതെന്ന്. ഞങ്ങൾ ദയവ് ഇത് മുകളിൽ വരണ്ടേ. പണ്ട് മുതലേ 2-3 പ്രോജക്റ്റിൽ ശ്യാംസറിൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഓഫർ വന്നു, പല കാരണങ്ങളിൽ ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ എനിക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ ആർത്തിമൂത്ത് നിൽക്കുന്ന ഒരു നടിയാണ് ഞാൻ എപ്പോഴും. പക്ഷേ ശ്യാംസറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി പോകുന്ന പോലെയാണ്. ഈ 20 സത്യം പറഞ്ഞാൽ അതിന്ന് 9 ആക്കുമായിരുന്നു. ഇറ്റ് വാസ് ടെറിബിൾ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടും. എൻ്റെ ഏറ്റവും ഹാപ്പി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് എൻ്റെ കൂടെ ഈ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. ദർ ഓൾവേസ് വിത്ത് മീ, ഓൾ ഓഫ് ദെം. എംപതി എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളുടേതാക്കി മാറ്റുക, ഒരാളുടെ സ്റ്റോറി നമ്മളുടേതാക്കി മാറ്റുക എന്നുള്ളതല്ല, അത് അവരുടെ ജേർണി ആണെന്നുള്ളതിൻ്റെ റെസ്പെക്റ്റ് വെച്ചിട്ട് വേണം അവരുമായിട്ട് എംപതൈസ് ചെയ്യുമ്പോൾ. It is not, you just don't make it about yourself. Right. She's also acted. Parvathy, that is just one scene. But it's a scene. It is, yeah. സുരഭി എന്ന ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ടാണ് അച്ഛൻ കാണുന്നത്. അപ്പം അച്ഛൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ചോദിച്ചു, തിയേറ്റർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. അത് തിയേറ്റർ ചെയ്തിട്ടുണ്ട്. MT Vasudevan Nair എന്ന മഹാരഥൻ വാക്കുകൾ കൊണ്ട് തീർത്ത ലോകത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായി മനോരഥങ്ങൾ ഒരുങ്ങുകയാണ്. മനോരഥങ്ങളുടെ വിശേഷവുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് MT സാറിൻ്റെ മകളും സംവിധായകയും നർത്തകിയും കൊറിയോഗ്രാഫറുമായ അശ്വതി വി നായരും നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ദ വൺ ഹു നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ പാർവതി തിരുവോത്തുമാണ്. അശ്വതി ചേച്ചി, പാർവതി ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. First of all, ചേച്ചി, congratulations on pulling this Herculean task. Like, it's almost impossible. Like so much of a cast and crew, ഇത്രയും വലിയൊരു ടീമിനെ അസംബിൾ ചെയ്യുക to make it all happen. ആൻഡ് ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു, this started off as a very small thing. വളരെ ഹംബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു സീഡ് ഓഫ് ഐഡിയയിൽ നിന്ന് തുടങ്ങിയതാണ്. ടാഗോറിൻ്റെ വെബ് സീരീസിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഐഡിയ. ആൻഡ് ഇറ്റ് ഗ്രൂ ഇൻ ടു സച്ച് എ ഹ്യൂജ് തിങ്. ഹൗ ഡു യു ഫീൽ ടുഡേ? ലൈക്ക് ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? I'm excited. I'm also feeling grateful to the directors, the technicians, the artists who have all come together. ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത് അവരുടെയൊക്കെ ഒരു നല്ല മനസ്സാണ്. അവർക്കൊക്കെ MT എന്ന് പറയുന്ന എഴുത്തുകാരനോടുള്ള റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കാരണമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ആ ഗുഡ് വില്ലിൻ്റെ ഒരു അംശം എനിക്ക് കിട്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഐ ഡോണ്ട് ടേക്ക് ദ ക്രെഡിറ്റ്. അതെല്ലാം അച്ഛന് വേണ്ടിയാണ് ഇവരെല്ലാവരും ചെയ്തത്. പിന്നെ ഐ എം ഓൾസോ താങ്ക്ഫുൾ ടു ദി യൂണിവേഴ്സ്. പ്രകൃതിയുടെ ഒരു സഹായം, ഒരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു സംഗതി ഇപ്പോഴും എനിക്ക് എക്സൈറ്റ്മെൻറ്റിനേക്കാളും ഇപ്പോഴും അതിങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നേ ഉള്ളൂ. ഇത് റിലീസാവാൻ പോകണു എന്നുള്ളത്. ഇറ്റ് ഈസ് ജസ്റ്റ് രജിസ്റ്ററിങ്. But it's such a beautiful thing, Aleshi. Like നമ്മുടെ ഈ ടീസറും സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് the social media and everyone, generally all the people who are looking forward to seeing more of Malayalam cinema, അവരെല്ലാവരും പറയുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, only Malayalam cinema can do this എന്നുള്ളത്. So many like stalwarts coming together for a single cause. എല്ലാവരും ഒരേ മനസ്സോടെ നിന്നത് ചെയ്യാന്ന് പറയുന്നത് it's a beautiful thing. So congratulations for being, you know, at the helm of it and making it all happen, and thank you so much for giving us this beautiful anthology. Coming to Parvathy ചേച്ചി, MT സാറിൻ്റെ കഥാപാത്രങ്ങൾ, പൊതുവെ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും വളരെ വെൽ റൗണ്ടഡ് ആയിട്ടുള്ള, വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ലെയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. സോ ഒരു MT കഥാപാത്രം ചേച്ചിയെ തേടി വന്നപ്പോൾ ഹൗ ഡിഡ് യു ടേക്ക് ഇറ്റ്? ലൈക്ക് വാട്ട് വാസ് യുവർ ഫസ്റ്റ് റെസ്പോൺസ്? അത് ഒരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇസ് എൻ അണ്ടർസ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദി ഫസ്റ്റ് റിയാക്ഷൻ വാസ് ഡിസ്ബിലീഫ്. സെക്കൻഡ് വാസ് അള്ളിപ്പിടിക്കില്ലേ, എങ്ങനെയെങ്കിലും ഇതിപ്പോൾ ഇനി ഇല്ലാതെയായി പോരുത്, മനസ്സിലായില്ലേ? ഓഫർ ചേച്ചിയുടെ കോള് വരുമ്പോഴൊക്കെ ഐ എം ലൈക്ക് സംഹൗ ദിസ് ഹാസ് ടു ഹാപ്പൻ. ആൻഡ് കുറച്ച് ബാക്ക് ആൻഡ് ഫോർത്ത് ഓൺ മെനി ലോജിസ്റ്റിക്കൽ തിങ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. പക്ഷേ ഇറ്റ് വാസ് എ ഡൺ ഡീൽ. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നതോടെ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി മാറി. പിന്നെ ശ്യാം സറാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നും കൂടെ അത് ചേച്ചിക്ക് നല്ലോണം അറിയാം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് ഇറ്റ്.
പണ്ട് മുതലേ 2-3 പ്രോജക്റ്റിൽ ശ്യാംസറിൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഓഫർ വന്നു, പല കാരണങ്ങളിൽ ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ എനിക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ ആർത്തിമൂത്ത് നിൽക്കുന്ന ഒരു നടിയാണ് ഞാൻ എപ്പോഴും. പക്ഷേ ശ്യാംസറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക പറഞ്ഞാൽ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി പോകുന്ന പോലെയാണ്. ഒരു വളരെയധികം നമുക്ക് ആക്ടേഴ്സ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അത്രയ്ക്കും സ്നേഹമാണ് ആക്ടേഴ്സിൻ്റെ ക്രാഫ്റ്റിനോട് അദ്ദേഹത്തിന്. അപ്പോൾ നമുക്ക് ശരിക്കും വിരിയാൻ പറ്റും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഒരു സൈഡിൽ നമുക്ക് ആസ് എ ടീം. നിമിഷ് രവി ഇസ് ദെയർ. പിന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് കംപ്ലീറ്റ്ലി ആ ടീം തന്നെ ഒരുമിച്ച് വരും. നമ്മളെല്ലാവരും 9 ദിവസം ഏറ്റവും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. 9 days ഫെൽറ്റ് ലൈക്ക് ഒരു ലൈഫ് ടൈംസ് വർത്ത് ഓഫ് മെമ്മറീസ്. അതിന് സത്യം പറയാം, നിമിഷം ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ ഫോൺ പോലും എടുത്ത് നോക്കിയിട്ടില്ല. 9 ദിവസം രാവിലെ 6 മണിക്ക് നമ്മൾ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ചിലപ്പോൾ എഴുന്നേക്കും സൺറൈസ് ഷോട്ടിനൊക്കെ. ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ബൈ നിമിഷ്. ആൻഡ് ഫോണിൽ വെച്ച് വേണമെങ്കിൽ കയ്യിൽ ഇരിക്കാം, പക്ഷെ ഐ ജസ്റ്റ് ബി ഹിയർ, ഐ ജസ്റ്റ് ബി ലോസ്റ്റ് ഇൻ ദാറ്റ് വേൾഡ്. സുധയുടെ ആ ഒരു ലോകത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളത്. പിന്നെ അതിലും പിന്നെ അതിൻ്റെ മെത്തേഡിനൊക്കെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ കാലത്ത് സെൽഫോണില്ല, അതില്ല. അപ്പോൾ ആ രീതിയിൽ നല്ലോണം പ്ലഗ് ഓഫ് ചെയ്യാൻ പറ്റി എനിക്ക്, മനസ്സിലായില്ലേ. പക്ഷേ ഇതിനൊക്കെ ഉപരി MT സാറിൻ്റെ ഒരു കൃതിൻ്റെ ഭാഗമാവാൻ കഴിയുകയെന്ന് പറയുന്നത്, ഞാൻ സത്യമായ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. സോ yeah, I find this already an award. I hope that I have done justice to absolutely. Now that you've mentioned the character's name, Sudha Leji, she's a singer, right? And MT sir വളരെ ഭംഗിയായിട്ടാണ് സുധയുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് verbally. When you brought it to the screen, when you lived as Sudha, what was your MT moment? ഇങ്ങനെയായിരിക്കും പ്രോബബ്ലി MT sir സുധേനെ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെയായിരിക്കും പുള്ളിക്കാരത്തി ഇന്നൊരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക, ദിസ് വുഡ് ഹാവ് ബീൻ ഹർ തോട്ട് പ്രോസസ്. അങ്ങനെയൊക്കെ വന്ന സമയത്ത് വാസ് ദെയർ any moment where you had to probably dig into MT sir's psyche? ഐ തിങ്ക് ഒരുപാട്, അതായത് സാറിൻ്റെ കൃതികൾ നമ്മൾ ഒരുപാട് വായിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇത് വേറെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു ആക്ടർ പറഞ്ഞിട്ടുള്ള സംഭവം കൂടെ ചേർത്തിട്ട് ഞാൻ പറയാം. ജോഡി ഫോസ്റ്റർ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിലേറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് ഇപ്പം പുരുഷന്മാർക്ക് നമ്മൾ ഒരു സ്റ്റഡി പോലെ നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ആദ്യം ചൂണ്ടുവിരൽ മുമ്പോട്ടേക്കാണ് പോവുക. ആരാണ് തെറ്റ് ചെയ്തത്, ബ്ലെയിമിങ് ഔട്ട്വേർഡ് എന്നുള്ളൊരു സംഭവമാണ്. സ്ത്രീകൾക്ക് നമുക്ക് നമ്മുടെ ഒരു കൾച്ചറലി ഫസ്റ്റ് നമ്മളിലേക്കാണ് ചൂണ്ടുവിരൽ വരിക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, ഞാനാണോ ഇതിന് കാരണക്കാരി, ഞാൻ അത് കഴിഞ്ഞിട്ടേ പുറത്തൊരാളിലേക്ക് നോക്കുള്ളൂ. അത് ബൈ ഡിഫോൾട്ട് വി ഹാവ് ബീൻ ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. ഫോർ സം റീസൺ ഇറ്റ് ഹസ് ബീൻ ലൈക്ക് ദാറ്റ്. അത് നേച്ചർ ആയിരിക്കാം, നേച്ചർ ആയിരിക്കാം, കൾച്ചർ ആയിരിക്കാം, പേട്രിയാർക്കി ആയിരിക്കാം. പക്ഷേ ദാറ്റ്സ് എ ഫാക്ടർ. MT സാറിൻ്റെ കൃതികളിലുള്ള പല സ്ത്രീകളുടെയും ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള ആ അതിനോ ഉള്ളൊഴുക്കെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എൻ ഇന്നർ കറണ്ട് ഓഫ് ദാറ്റ്. കോൺസ്റ്റൻ്റ്ലി ആ ഒരു സൈലൻസ് ഉണ്ട് സ്ത്രീകൾക്ക്. ആ സൈലൻസിന് കാരണം ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ കണ്ണിലും അവരുടെ സൈലൻസിലൊക്കെ ഭയങ്കര ലൗഡായിട്ടുള്ള ആഴങ്ങളാണ്, ഭയങ്കര ലൗഡാണ്. അവരുടെ സൈലൻസ് ഇസ് വെരി ലൗഡ്. സോ സുധയുടെ സൈലൻസ് ഭയങ്കര ലൗഡാണ്. വെനെവർ ഷീ ഗോസ് ക്വയറ്റ്, ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും ആ ലൗഡ്നെസ്. സോ അതിലേക്ക് ഇരിക്കണമെങ്കിൽ ശരിക്കും ആ വൾണറബിലിറ്റിയിലേക്ക് പോകാൻ പറ്റണം. അത് പോകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ടീം വേണം, നമുക്ക് ആ ട്രസ്റ്റ് ഫോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഒരു നല്ലൊരു വല ഇങ്ങനെ വെച്ച പോലെയായിരുന്നു എനിക്ക്. ഓൺ സെറ്റ് ഐ കുഡ് ജസ്റ്റ് കീപ് ഫോളിങ്. ഞാനിങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ അറിയാതെ പോലും ഇമോഷണലാവും. ചെറിയ കാര്യങ്ങളായിരിക്കും, കണ്ണൊക്കെ നിറച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ശ്യാം സാറും നിമിഷും എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് വി ക്യാൻ ബി ദാറ്റ്, വി ക്യാൻ ബി ഓൾ വേർഷൻസ് ഓഫ് അസ്. പക്ഷെ സുധയിലൊക്കെ വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് അങ്ങനത്തെ മൂമെൻറ്റ്സ് വരുന്നത്. സോ നമുക്കൊരു കുഞ്ഞു കുട്ടിയാവാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ കഴിയുക, അതിനൊക്കെ ഉള്ളൊരു സ്പേസ് ആ 9 ദിവസങ്ങളിൽ കിട്ടി എന്നുള്ള. ഇപ്പോഴും ഞാനും നിമിഷം സംസാരിക്കുമ്പോൾ അവൾ പറയും 9 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, അതെങ്ങനെയാണ് ശരിക്കും ഒരു ലോകം തന്നെ സൃഷ്ടിച്ച പോലെ. It's a beautiful way of putting it. I was like actually carried away by the answer. Yes, beautifully put it. നമ്മുടെ സ്റ്റോറി സെലക്ഷൻ്റെ കാര്യത്തിൽ അശ്വതി ചേച്ചി പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വാസ് എ ഹ്യൂജ് ടാസ്ക് എന്നുള്ളത്. കാര്യം ഇത്രയും ബോഡി ഓഫ് വർക്ക്സ് ഉണ്ട്, അതിനകത്തുനിന്ന് ദ ബെസ്റ്റിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ അല്ലേ. ചേച്ചി 50 ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ അതിൽ നിന്ന് 20 യു ഫർദർ നാരോഡ് ഇറ്റ് ഡൗൺ ടു 9.
ഹൗ വാസ് ഇറ്റ് ലൈക്ക് ചേച്ചിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് അയ്യോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? ആൻഡ് ഓൾസോ ഫോർ യു പേഴ്സണലി ഓഫ് ഓൾ ദീസ് 9 സ്റ്റോറീസ്, ഇറ്റ്സ് വെരി അൺഫെയർ ഓഫ് മീ ടു ആസ്ക് ദാറ്റ്, പക്ഷേ എങ്കിൽ പോലും ഇസ് ദർ എ ഫേവറേറ്റ് MT സ്ക്രീൻ പ്ലേ ഓഫ് യോർസ്? ഈ സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു 50 എടുത്തു. 1957 മുതൽ 1998 വരെയുള്ള പീരീഡിലുള്ള 50 എടുത്തു. പിന്നെ അത് 20 ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കഥയും യുണീക്കായിരിക്കണം, തമ്മിലൊരു കണക്ഷനും ഉണ്ടാവരുത്, കഴിയുന്നത്ര അതിൻ്റെ എൻവയറമെൻറ്റും സെറ്റിങ്ങും ഒക്കെ വ്യത്യാസം ഉണ്ടാവണം. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സെലക്ഷനിൽ ഇരിക്കുന്നത്. ഈ 20-ൽ സത്യം പറഞ്ഞാൽ അതിന്ന് 9 ആക്കുമായിരുന്നു. ഇറ്റ് വാസ് ടെറിബിൾ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടും. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. പക്ഷെ 2-3 കഥകൾ തീർച്ചയായിട്ടും ഇതിൽ വേണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു. ഞാനത് അച്ഛനോട് പറയുകയും ചെയ്തു. അതിലൊന്നാണ് കാഴ്ച. കാഴ്ച ഈ സിനിമയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഒന്ന് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കഥകളിലൊന്നാണ്, ചെറുകഥകളിലൊന്നാണ്. 2, സുധക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഓരോ പെൺകുട്ടിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, ഓരോ സ്ത്രീക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ച, ഷെർലക്, കടുകണ്ണാവ ഈ 3 കഥയും എന്തായാലും വേണം എന്നുള്ളത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി 6 എണ്ണമാണ് നമ്മൾ ഡയറക്ടേഴ്സായിട്ടുള്ള ഒരു ഡിസ്കഷനിലൊക്കെയാണ് അവരുടെ ചോയ്സസ് വെച്ച് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ 3 കഥകളും എന്തായാലും ഈ ആന്തോളജിയിൽ വേണം എന്നൊരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരെണ്ണം എടുത്ത് പറയൽ. പക്ഷേ പറഞ്ഞ പോലെ ഈ 3 കഥകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥകളാണ്. പിന്നെ ഇതിൽ ഇല്ലാത്ത ഒഴിവാക്കേണ്ടി വന്ന ചില കഥകൾ എന്ന് പറഞ്ഞാൽ പെരുമഴയുടെ പിറ്റേന്ന്, കൽപ്പാന്തം, ഒടിയൻ, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇതിൽ വേണ്ടിയിരുന്നു എന്ന് എന്നും ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാം നടക്കില്ലല്ലോ, നമുക്കൊരു സർട്ടൻ നമ്പറേ പറ്റുള്ളൂ. ഓക്കെ, ചേച്ചി പറഞ്ഞ 3 സ്റ്റോറീസിലുള്ളതും അല്ല ചേച്ചി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് വിൽപ്പനയിലേക്ക് ചേച്ചി എത്തുന്നത്? വിൽപ്പന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥയാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ പരിചിതയായ ഒരു സ്ത്രീയാണ്, നമ്മുടെ ചുറ്റുമൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഇതുപോലെ സംഘർഷങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഡിറക്ഷൻ വാസ് നോട്ട് ഓൺ മൈ അജണ്ട. അത് പ്യോർ ചാൻസ് സംഭവിച്ചതാണ്. വേറൊരു ഡയറക്ടർ ചെയ്യേണ്ട കഥയായിരുന്നു. അവരൊരു ബോളിവുഡിലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അവരിത് സംസാരിച്ചിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടോ അന്ന് അത് നടന്നില്ല. അപ്പോൾ ഞാനിത് 2-3 തവണ പലരുടെ അടുത്തും ഇത് നെറേഷനൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ നെറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് നമ്മൾ നെറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സരിഗമയുടെ ക്രിയേറ്റീവ് ടീം എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്തുകൂടെ, ആലോചിച്ചുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കൂ, ഇതിൻ്റെ ക്രാഫ്റ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ടെക്നോളജിയും ഒക്കെ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡൂയിങ് എ സ്റ്റേജ് പ്രൊഡക്ഷൻ വിച്ച് ഐ നോ ആൻഡ് ഐ എം ഫെമിലിയർ. അങ്ങനെ കുറേ ഒഴിവാവാൻ ശ്രമിച്ചു, പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ചെയ്തു. അപ്പം ചേച്ചി ഈ കാസ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ഫൈനലൈസ് ഓൺ? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും വളരെ സ്നേഹത്തോടെ നമ്മൾ എടുക്കുന്ന ഒരു പേരാണ് മധു മാമിൻ്റെ. മധു മാമും ആസിഫ് അലിയും എങ്ങനെയായിരുന്നു അവരിലേക്കൊരു എത്തുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ തന്നെ ആ പ്രായം കൊണ്ടും ആ ഒരു ക്യാരക്ടറും ഒക്കെ വന്നപ്പോൾ എനിക്ക് ആസിഫിൻ്റെ മുഖമാണ് ആദ്യം മനസ്സിൽ തോന്നിയത്. അതിൽ വേറെ ഒരു സംശയമില്ലായിരുന്നു. ആസിഫ് ഇല്ലെങ്കിൽ മാത്രം വേറെ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതായിരുന്നു. അത് വാസ് ഫെയർലി ഈസി. പക്ഷേ ഗീത പാരേഖിൻ്റെ ക്യാരക്ടർ മലയാളത്തിലെ 2-3 ആക്ട്രസസിനോട് ഞാൻ സംസാരിച്ചു. പക്ഷെ പലർക്കും അതൊരു കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആ ഏജ്, ഒരു 49 ഒക്കെ ഏജ് ഉണ്ട്. 2 അതിൽ മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. ഇതൊക്കെ കുറച്ച് ചിലർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇമേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പലരും മാറി നിന്നു. പിന്നെ ഞാൻ സംസാരിക്കുന്നത് കൊങ്കണ സെൻ ശർമ്മയോടാണ്. അവർക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന തിരക്ക്, അവർക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇത് ആര് ചെയ്യും എന്ന് ഒരുപാട് ദിവസം ഇങ്ങനെ ആലോചിച്ച് പല മുഖങ്ങളും
അപ്പോഴാണ് ഞാൻ അറിയുന്നത് മധുബാല വീണ്ടും തെലുങ്കിലും തമിഴിലും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് ഇവരെ ആലോചിച്ചാലോ എന്ന്, പിന്നെ അവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, കഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയച്ചു കൊടുത്തു, അവർക്ക് താല്പര്യമായി. അങ്ങനെയാണ് അവരിതിലേക്ക് വരുന്നത്. ലവ്ലി. പറയൂ ചേച്ചി, ചേച്ചി റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി, ചേച്ചിയുടെ വെൻ യു ഇൻവെസ്റ്റ് സോ മച്ച് ഓഫ് ടൈം ആൻഡ് എനർജി ഓഫ് യോഴ്സ് ഇൻ ടു എ പ്രോജക്റ്റ്, ചേച്ചിയുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ കിട്ടും എന്നുള്ളത്. ഫോർ യു ആ ഒരു സംഭവം ഇറ്റ്സ് കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ് എന്ന്. ഈ ഒരു സെറ്റിൽ ലൈക്ക് യു സെഡ് 9 days ഷൂട്ട് ഫെൽറ്റ് ലൈക്ക് എ ലൈഫ് ടൈം എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി ഇറ്റ് ഷോസ് ഹൗ മച്ച് യു എൻജോയ് ദ പ്രോസസ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഇറ്റ് യു ഹാവ് ടേക്കൺ വിത്ത് യു. സുധയുടെ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ സുധയായി മാറിയ സമയത്ത് ചേച്ചിയുടെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരുന്നു ഈ ഒരു സെറ്റിൽ? പറയാൻ പാടുമെന്നറിയില്ല, വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഷോട്ട് ദിസ് 3 years ago, 2021, end of August, beginning of September, I believe. So almost 3 years on. Right, yeah. And so 3 years earlier ഉള്ള ഞാൻ ആരായിരുന്നു എന്നുള്ളതും കൂടെ ബേസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് സിറ്റുവേഷനാണ് ഇപ്പം. അതായത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുന്നത് ഭയങ്കര ഒരുപാടൊരു മമതയോടെയാണ് ഞാൻ നോക്കുന്നത്. അതായത് ഒരു ബിക്കോസ് യു നോ ഇറ്റ്സ് ജസ്റ്റ് ഓൾ അബൌട്ട് ദ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആൻഡ് സ്റ്റഫ് വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു. ഇറ്റ്സ് ലൈക്ക് എവറി ടൈം ഒരു ന്യൂ വേർഷൻ ഓഫ് മീ കംസ്. നമ്മൾ കുറച്ചൊക്കെ പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ലേൺ ചെയ്ത് വരുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കാഴ്ച ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം വേറെ തന്നെ രീതിയിലായിരിക്കും അതിനെ ഉൾക്കൊള്ളുന്നത്. പക്ഷെ അന്നത്തെ പാർവതിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കുറേയും കൂടെ. അതായത് എനിക്ക് തോന്നുന്നത് സുധേൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റോം, ഭയങ്കര ഒരു കൊടുങ്കാറ്റ് പോലെയാണ് സുധേൻ്റെ ഉള്ളിലുള്ള. അതുമായിട്ട് ഒരുപാട് രീതിയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം ഞാൻ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒരു ഭയങ്കര ഒരു റെഫ്യൂജായിട്ട് തോന്നി. സുധയിലൂടെ എനിക്കും ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു. സോ സംടൈംസ് ഇറ്റ് ഫീൽസ് ലൈക്ക് തെറപ്പി വർക്കൊക്കെ. കാര്യം നമുക്ക് ചിലപ്പം ലൈഫിൽ കാണിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും. നമ്മൾക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പബ്ലിക്കിനോടൊക്കെ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഉള്ളിൽ നമ്മളിങ്ങനെ കരുതിക്കൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന പലതും ഒരു ക്യാരക്ടർ വരികയാണ്, നമുക്ക് ഒരുമിച്ച് പോയി കണ്ടുപിടിക്കാം അതിനുള്ള ഉത്തരം. Figuring it out. Yeah, we are figuring it out together. And which is why I say, I know this sounds very weird, maybe. പക്ഷേ എൻ്റെ ഏറ്റവും ഹാപ്പി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് എൻ്റെ കൂടെ ഈ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. They are always with me, all of them. So Sudha is also joined, right? അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും, ഞാൻ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം അവരുടെ ഒക്കെ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ പോലും അറിയാതെ എൻ്റെ സബ് കോൺഷ്യസിൽ നിന്ന്. ഇതൊക്കെയാണ് എൻ്റെ സെൽഫിഷ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സിനിമകളിൽ നിന്നൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സിനിമ പുറത്ത് വരുമ്പോഴും പ്രേക്ഷകരത് കണ്ട് ആസ്വദിക്കുമ്പോഴൊക്കെ ഉള്ള സന്തോഷം വേറെ തന്നെയാണ്. അതിനകത്ത് അതും ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഞാനും കഥാപാത്രവും പിന്നെ ഈ ടീമും ഈ കഥയും ഈ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ സിനർജി എന്താ, ദാറ്റ് ബിക്കംസ് എ മെഡിറ്റേഷൻ, that's a relationship. You know, you give your everything into. Yeah. Then it will take care of you for life. It will take care of you. So you keep the characters with you. They won't leave me. They I have don't no leave choice. Okay. It's not like you have a choice. It's like അത് ഏത് കലയുടെ കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നു. ചേച്ചീനെ പോലെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ഡാൻസ് പഠിച്ചിട്ടില്ല. പക്ഷേ I feel like even in dance, what do you think? It doesn't leave you, right? Dance takes care of you. Is that അതൊരു തെറ്റാണോ അങ്ങനെ പറയുമ്പോൾ? ഇല്ല, തീർച്ചയായിട്ടും I totally relate with what she is saying because recently last 2 years we've been doing a production, Yanam Srikanthum been doing a production on transgender characters from the Mahabharata. So Srikanth does Brihannala, Stri Vesham, and I do Shikandi, male, like male and female allathoru avastha. So every time oro stage കഴിയുമ്പോൾ it is kind of a catharsis for me. Because I have many friends who are transgenders and I know the trauma that they undergo. അപ്പോൾ ഇതൊക്കെ ഉൾവാങ്ങിക്കൊണ്ടാണ് നമ്മൾ സ്റ്റേജിൽ ഇത് ചെയ്യണത്.
അപ്പോൾ ഓരോ പെർഫോമൻസും ശിഖണ്ഡി കഴിയുമ്പോൾ, അതായത് അമ്പയിൽ നിന്ന് ശിഖണ്ഡിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ കാണിക്കുന്നത്. ആൻഡ് ഹൗ ഷീ ഗെറ്റ്സ് ഹെർ റിവെഞ്ച് ഓൺ ഭീഷ്മ. ആ റിവെഞ്ച് ഓരോ തവണയും ചെയ്ത് കഴിയുമ്പോൾ ഐ എം ഡ്രെയിൻഡ് കംപ്ലീറ്റ്ലി. ആൻഡ് എവറി ടൈം ഇറ്റ്സ് എ ന്യൂ, ഇറ്റ്സ് ലൈക്ക് ഐ എം ഗോയിങ് ത്രൂ ദിസ് ജേർണി അഗൈൻ ആൻഡ് അഗൈൻ. ഈ സെയിം ക്യാരക്ടറാണെങ്കിൽ കൂടി. സോ all of us go through this, I think, as actors. And part of it, ഈ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലുള്ള എനിക്ക് ചിലരോടുള്ള ദേഷ്യവും ഇതൊക്കെ കാണിക്കാനുള്ളൊരു ഉപാധിയും കൂടിയാണ് ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പം now that we are talking about this one, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് we'll get back to our project. As artists, like you said, art is cathartic, അല്ലേ? ആ ഒരു സംഭവം ഉണ്ട്. But how does that affect the psyche of the artists? Like, how do you practice detachment? ഇപ്പം ക്യാരക്ടേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവർ അണ്ടർഗോ ചെയ്തിട്ടുള്ള ട്രോമ ഓർ ഇമോഷണൽ ഓർ ദ ഇമോഷണൽ ബാഗേജ് ദാറ്റ് ദേ ക്യാരി, എന്തും ആയിക്കോട്ടെ, it stays with us to a certain extent, but at the same time, as artists, we are all required to maintain that sense of detachment to a certain extent. We have to let go of it and move on. How does that happen? Adengane deal cheya? Like, I wanted to ask that to Parvathy, but since you have also mentioned it, maybe I can just throw this question to both of you. Do you want to go? No, you want to go. You can go first. Okay, so what I think is, over a period of time, ഞാൻ റിയലൈസ് ചെയ്തത്, യെസ്, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട്, സോഷ്യൽ സിറ്റുവേഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് യെസ്, നമ്മുടെ ആസ് എ സിറ്റിസൺ ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു എൻഗേജ് വിത്ത് ദ സൊസൈറ്റി. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു സോൾജറിൻ്റെ സ്പേസിലാണ്. സോ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ വാട്ട് ആക്ച്വലി എംപതി മീൻസ്. എംപതി എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളുടേതാക്കി മാറ്റുക, ഒരാളുടെ സ്റ്റോറി നമ്മളുടേതാക്കി മാറ്റുക എന്നുള്ളതല്ല. അത് അവരുടെ ജേർണി ആണെന്നുള്ളതിൻ്റെ റെസ്പെക്റ്റ് വെച്ചിട്ട് വേണം അവരുമായിട്ട് എംപതൈസ് ചെയ്യുമ്പോൾ. It is not, you just don't make it about yourself. Right? So when you do that, our detachment തനിയെ വരും. അതൊരു പേഴ്സണൽ ലേണിംഗ് ആണ് എൻ്റെ. Not as an artist, just as an artist, even in life. Secondly, if as a soldier I get attached, I can't keep fighting. That's what my realization. So it hurts. പക്ഷേ മുമ്പോട്ട് വെച്ച ചുവട് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകണമെങ്കിൽ you also have to let go of things fast enough. എന്നാലേ മാറ്റങ്ങൾക്ക് കാരണം ആയി മാറാൻ പറ്റുന്ന രീതിയിലുള്ള സോൾജർ ആവാൻ പറ്റുള്ളൂ. ആൻഡ് മേ ബി അറ്റ് some point I might not be. You live and learn. ഫെയിൽ ആവുമായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഐ എം ഏബിൾ ടു മേ ബി ആൻഡ് ദർ ആർ ടൈംസ് നമുക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റേയില്ല. കാര്യം ഇതൊരു തിക്ക് സ്കിന്നും തിൻ സ്കിൻ്റെ ഇടയിലുള്ളൊരു ഡാൻസാണ്. യു ഹാവ് ടു ഹാവ് തിൻ സ്കിൻ ടു ബി എൻ ആർട്ടിസ്റ്റ്, ബട്ട് യു ഹാവ് ടു ഹാവ് എ തിക്ക് സ്കിൻ ടു കണ്ടിന്യൂ ആസ് എ സോൾജർ. സോ ഐ ഫീൽ that's how I am dealing with it these days. കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. അതെനിക്ക് തോന്നുന്ന പ്രായത്തിൻ്റെ പക്വതയും കാര്യങ്ങളൊക്കെയാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ ചോര തിളച്ചിങ്ങനെ ആയിരുന്നു. ഇപ്പോഴും അത് ഉണ്ട്, ഇല്ലയെന്നല്ല, പക്ഷേ സിമ്മിലാണ്. Better, yeah. ചേച്ചിക്ക് how is it for you, ചേച്ചി? For me, I'm a performer on stage. So എനിക്ക് അന്നത്തെ ദിവസമാണ് മെൻ്റലി ഞാൻ അതിന് റെഡിയായി പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ചില ദിവസം ഇറ്റ് സ്റ്റേസ് വിത്ത് യു. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഷേക്ക് ഇറ്റ് ഓഫ്. പിന്നെ ഒന്ന് ഉറങ്ങി എണീക്കണം, അപ്പോഴായിരിക്കും ഒന്ന് നമ്മൾ നോർമലാവുന്നത്. ചില ദിവസം ഉറങ്ങാൻ പറ്റില്ല, ചില ദിവസം യു വിൽ ബി ഇൻ ദാറ്റ് സോൺ. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം വി ഹാവ് ടു മൂവ് ഓൺ. അപ്പോൾ നമ്മളവിടെ ഒരു തടയിട്ടേ പറ്റൂ. എന്നിട്ടാലും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുന്നത്, നമുക്ക് മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഒരു ചാലഞ്ച്. പിന്നെ ആ സമയം, പിന്നെ ചില സമയത്ത് വി ആർ ഓൾസോ ഈ ഓഡിയൻസിൻ്റെ പ്രതികരണവും ചിലപ്പോൾ നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഞാനിത് ചെയ്തപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു, ഞങ്ങൾ വി ആർ ലീവിങ് ആഫ്റ്റർ ദ പെർഫോമൻസ്. സോ വൺ പേഴ്സൺ, ഇതിപ്പോൾ ലാസ്റ്റ് US ടൂറിൽ നടന്നതാണ്, അയാൾ വന്നിട്ട് അയാൾ കുറേ നേരമായി മിണ്ടാതെ ഒരു സൈഡിൽ നിൽക്കാനും, ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ബിക്കോസ് ടുഡേ ഐ തിങ്ക് ഐ ഗോട്ട് ദ കറേജ് ടു sort of
come to terms with what I am going through. So probably he's going through a transformative process and അയാൾക്ക് സ്വയം അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പറ്റും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ അയാൾ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടേഴ്സ് നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു ഫ്രം എപ്പിക്സ്. സോ അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലല്ല, എന്നോ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണെന്നുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അയാൾക്ക് അത് വന്ന് പറയാൻ തോന്നിയത്. അപ്പോൾ അതെന്നെ ഒരുപാട് ജസ്റ്റ് ഹിറ്റ് മീ ബിക്കോസ് ഓ മൈ ഗോഡ്, ഇതൊന്നും മതി, ഈ ഒരു ഫുൾ ടൂർ എനിക്ക് സാർത്ഥകമായി എന്ന് പറയാൻ ഈ ഒരൊറ്റ ആളുടെ വാക്ക് മതി. നമുക്ക് അങ്ങനെ ചിലപ്പം അങ്ങനെ ചില സോ ദാറ്റ് മേക്സ് യു ഹാപ്പി. സോ അങ്ങനെ കുറേ ഹൗ എ ക്യാരക്ടർ സ്റ്റേസ് വിത്ത് യു എന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എൻ്റെ അനുഭവം. റൈറ്റ്, ആബ്സല്യൂട്ട്ലി. അല്ല, ഒരു കാര്യം കൂടെ ഐ വാണ്ടഡ് ടു ആഡ് ഇസ്, ഇത് പറയാൻ എളുപ്പമാണല്ലോ, ലൈക്ക് വി ആർ എ സോൾജർ ആൻഡ് ലൈക്ക് യു നോ ഓൾ ഓഫ് ദാറ്റ് ഐ സെഡ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ, നമ്മൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യും ആസ് എൻ ആക്ടർ. നമ്മൾ വോയിസ് ക്ലാസ്സസ് ഓർ ആക്ടിങ് ക്ലാസ്സസിന് പോകുമായിരിക്കും, പല കാര്യങ്ങൾക്കും പോകും. പക്ഷേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ഇമ്പാക്റ്റഡ് ആവുമ്പോൾ you have to allow it to impact you also. You can't have a wall. You have to, it is scary because നമ്മളൊന്ന് തെന്നുന്ന പോലെ തോന്നും, വീഴും ചിലപ്പം. പക്ഷേ അത് കഴിഞ്ഞ് ഇരുന്ന് എവിടെയാണോ മുറിവ് പറ്റി അതിനൊക്കെ മരുന്നൊക്കെ വെച്ച് അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതിനെ സാക്ഷിഭാവത്തോടെ കാണാനുള്ള ഒരു എഫേർട്ടും കൂടെ എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ നമ്മൾ ഓഫ് ട്രാക്ക് ആവും. പക്ഷേ നടക്കുന്ന എല്ലാത്തിനും ചില സമയത്ത് സുധയുടെ ഏതെങ്കിലും ഒരു മൂഡ് പോലും അല്ല, എന്താ പറയുന്ന ഒരു അംശം ചിലപ്പോൾ അതിങ്ങനെ വന്നു പോകും ഇപ്പോഴും ലൈഫിൽ. അത് വരുന്ന പോകുമ്പം ഓ ഓക്കെ യു ആർ ഫീലിംഗ് ദിസ് എന്നുള്ള എക്നോളജ് ചെയ്യുക, അല്ലാതെ തന്നെ തള്ളിക്കളയാണ്ടോ അല്ലെങ്കിൽ അത് ഓവറായിട്ട് ഇൻഡൾജ് ആവാതെ. അങ്ങനെയൊക്കെയാണ് ഒരു ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു ആർട്ടിസ്റ്റായി നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷേ this is the kind of fun I am having. I'm having fun with this. And you're being authentic to it, authentic to all the feelings that you're feeling. So but palavarudiyum takeaways are very different. Just happens to be mine. Absolutely. It was lovely having that bit of conversation. I wish we could talk more about it, but സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് I'll just wind up with one more quick question. ഇതിൻ്റെ തുടങ്ങിയ സമയത്തോട്ടെ ചേച്ചി, വി ആർ കമ്മിങ് ബാക്ക് ടു ദ പ്രോജക്റ്റ്. ഓ, വിച്ച് റിമൈൻഡ്സ് മീ, MT സാർ എപ്പോഴെങ്കിലും സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും 2-3 സിനിമകളുടെ സെറ്റിൽ വന്നിരുന്നു. തൊടുപുഴ ഓളവും തീരവും ചെയ്യുന്ന സെറ്റിലുണ്ടായിരുന്നു. എൻ്റെ സിനിമയുടെ ആദ്യത്തെ ദിവസം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛനും അമ്മയും വരണം എന്നുള്ളത്. അവർ വന്നു. അമ്മ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലേ? കാഴ്ചയിലാണ്. എന്താ പറയാ, ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് ആ ക്യാരക്ടറിന്റെ മൂഡിലിരിക്കും വേണം. പക്ഷെ ഐ വാസ് ലൈക്ക് ശരിക്കും, അതായത് ആ മുത്തശ്ശി അത് ആക്ച്വലി നല്ലൊരു ക്യാരക്ടറുമാണ്. ആൻഡ് ഷീ വാസ് ഡൂയിങ് സച്ച് എ ഗുഡ് ജോബ്. ആദ്യമായിട്ടല്ലേ അമ്മ അഭിനയിക്കുന്നത്? Couldn't believe it. She's also acted. Parvathy, that is just one scene. But it's a scene. It is, yeah. ഹ്രസ്വചിത്രമൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരു സീൻ എന്ന് പറഞ്ഞാൽ വലിയ സീനാണ്. എങ്ങനെയാന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ആ ഒരു ലക്ക് ഉണ്ടായിട്ടുണ്ട്. MT സാറിൻ്റെ കഥ, MT സാറിൻ്റെ വൈഫും ഉണ്ട്, മോളും ഉണ്ട്. ഫാമിലി ആയിട്ട് you've been, done. So MT സാർ സെറ്റിൽ വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ സാർ സെറ്റിൽ വന്നിരുന്ന സമയത്ത്? ഇല്ല, അച്ഛൻ അങ്ങനെ വർക്കിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെയല്ല. പക്ഷെ എല്ലാം ശ്രദ്ധിക്കും. ഇപ്പം എൻ്റെ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പം ഇവർ മുകളിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നതെന്ന്. ഞങ്ങൾ ദയവ് ഇത് മുകളിൽ വരണ്ടേ, എനിക്കൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് ഐ വാസ് ബിയോണ്ട് ടെൻസ്. അപ്പോൾ അവർ താഴെ ഒരു റൂമിൽ ഒരു മോണിറ്റർ സെറ്റ് ചെയ്തുകൊണ്ട് അന്ന് ഉച്ചവരെ ഇരുന്ന് കണ്ടു, പിന്നെ ഒന്ന് പോയി, പിന്നെ വീണ്ടും വൈകുന്നേരം വന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ഹിസ് പ്രസൻസ്. അതെന്തോ എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നി, അങ്ങനെ ഒരു സമാധാനത്തിനായിരിക്കണം. പിന്നെ ലാൽ സാറിൻ്റെ സെറ്റിൽ ഒരു ദിവസം പോയി. പിന്നെ വേറെ ഒന്നാമത് ആ സമയത്ത് കോവിഡിൻ്റെ കുറച്ച്, അപ്പോൾ ഈ സേഫർ ടൈമിൽ മാത്രം ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അച്ഛൻ ഹീസ് വെരി ഒബ്സർവൻറ്റ് ആസ് ടു വാട്ട് ഈസ് ഹാപ്പനിങ്. പക്ഷെ അങ്ങനെ സെറ്റിൽ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ പറയൊന്നുമില്ല. സുരഭിയുടെയൊക്കെ അന്ന് അച്ഛനുള്ള ദിവസം സുരഭിയും ലാൽ സാറും കൂടിയുള്ള കോമ്പിനേഷനായിരുന്നു. സുരഭി എന്ന ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ടാണ് അച്ഛൻ കാണുന്നത്. അപ്പം അച്ഛൻ
വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ചോദിച്ചു, തിയേറ്റർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. തിയേറ്റർ ചെയ്തിട്ടുണ്ട്. സോ അത്ര തന്നെ, അല്ലാതെ വേറൊന്നും പറയൊന്നുമില്ല. ഇല്ല. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റൻ ആൻഡ് വിൽ വൈൻഡ് അപ്പ്. നമ്മുടെ ഈ തുടങ്ങിയ സമയത്ത് ദ വൺ തിങ് ദാറ്റ് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് ദിസ് ഫിലിം, ദിസ് ആന്തോളജി ഈസ് ഗോയിങ് ടു സെർവ് എ ലാർജർ പർപ്പസ്. ഇൻ ദ സെൻസ് ഒബ്വിയസ്ലി നമുക്ക് എം ടി സാറിനുള്ള ഒരു ആദരവും റെസ്പെക്റ്റും ട്രിബ്യൂട്ടും ഒക്കെ എവറിഥിങ് ഈസ് ദെയർ ഓൺ വൺ സൈഡ്. ഓൺ ദി അതർ ഹാൻഡ് മേ ബി ഇപ്പോഴത്തെ ജനറേഷൻ, മേ ബി ദ ജെൻ സി ദാറ്റ് വി ടോക്ക് അബൌട്ട്, അവർക്ക് ഇപ്പം മലയാളികളാണെങ്കിലും ലിറ്ററേച്ചറിനോട് അത്രയും ഒരു they don't have the time or they are not conditioned to read a lot of books in any way. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് when we have such anthologies, filmic adaptations of literature coming out, അതിന് ഒരു റീന്യൂഡ് ഒരു ഇൻട്രസ്റ്റ് ബുക്സിലേക്ക് വന്നേക്കും എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് യു കൺസീവ് ദ ഹോൾ ഐഡിയ. ഡെഫിനറ്റ്ലി ഫിലിം എന്ന് പറയുന്നത് ലാർജർ ഓഡിയൻസിലേക്കും എല്ലാ പ്രായത്തിലേക്കും എത്തുന്നവർക്കാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഡു യു തിങ്ക് ദിസ് വിൽ സെർവ് എ ലാർജർ പർപ്പസ്? ഡെഫിനറ്റ്ലി ഐ വുഡ് ഹോപ്പ് ഇറ്റ് ഡസ്. ആൻഡ് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. പ്രത്യേകിച്ച് ആടുജീവിതമൊക്കെ സിനിമയായ സമയത്ത് ആ സമയത്താണ് അയ്യോ ഞാനിത് വായിച്ചിട്ടില്ലെന്ന് കുറേ പേര് പോയി വായിച്ചതും ഒക്കെ. സോ ഐ തിങ്ക് അല്ലേ അങ്ങനെ അതെ, ഒരു പ്രൊളിഫിക് റൈറ്ററുടെ കൃതികൾ, അതുകൊണ്ടാണ് ഇതിന് OTT തന്നെ പ്ലാൻ ചെയ്തതും. ഇതൊരു ഗ്ലോബൽ ഓഡിയൻസിൽ എത്തണം. മലയാളികൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തെമ്പാടും ഉണ്ട്. അവരൊക്കെ ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയാണിത് കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യാനുള്ളത്. Hopefully. Thank you. Done. ചേച്ചി, anything to add? I think you wanted to add something. I feel the same way. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ there was always this, somehow we have put books and movies at loggerheads. Yeah. Movies are never going to be as good as the books. എന്നുള്ളൊരു സംഭവം I have also said that sometimes. പക്ഷേ മീഡിയംസ് are very different എന്നുള്ളത് ഇപ്പോഴാണ്. ഇപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും, I really hope this book is made into that movie and I hope I get to act in it, I do have those wishes because at the end of the day adaptation ആണ്. നമുക്ക് ഒരിക്കലും ഇപ്പം MT സാറിൻ്റെ മനസ്സിലുള്ള സുധയുടെ ലോകം അതിൻ്റെ അത് നമ്മളിങ്ങനെ ഏറ്റെടുത്ത് നമ്മളൊന്ന് അത് എവിടെയെങ്കിലും അതൊരു ട്രാൻസ്ലേഷൻ വരും. ഇപ്പം ഞാൻ വീക്ഷിക്കുന്ന രീതിയും ശ്യാം സാറിൻ്റെ വിഷനും എല്ലാം കൂടെ കലർന്നായിരിക്കും പിന്നെ ഒരു സിനിമയായിട്ട് വരുന്നത്. അത് നമ്മൾ സത്യസന്ധത പുലർത്തിയോ എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി it's a setting up for failure, that question. മനസ്സിലായില്ലേ? അതിന് പകരം നമ്മൾ ഇതിനൊരു ട്രിബ്യൂട്ട് എന്നും അത് ഉണ്ടാക്കുന്നില്ല. ഇപ്പം രാജ്യമ്മ ചെയ്തിട്ടുണ്ട് ഞാൻ. സോ ഈവൻ ഫോർ ദാറ്റ് there were so many conversation about ഇത് എഴുതിയതല്ല നമ്മൾ. it's like no, we are not doing carbon copy. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അഡാപ്റ്റേഷൻ ഇൻ ടു ഫിലിംസിനെ വീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കുറച്ചൊരു ഓപ്പൺനെസ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. അത് എനിക്ക് തോന്നുന്നു it goes for all the films in Manoradhangal. That's true. Done. Thank you. Lovely talking to you, beautiful ladies. I look forward, ഞാൻ മാത്രമല്ല, I'm sure all everyone who's watching this interview right now is really looking forward to watching all the 9 films. Looking forward to more from you as well. Debutant and director, actor. Looking forward to more of so many good things. Thank you so much, Parvathy. Thank you so much, Aswathy. Thank you.